ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വി മുരളീധരൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ്. ക്യാമറയുടെ ലെൻസ് കുറച്ചുകൂടി വൈഡ് ചെയ്യുമ്പോൾ ഇത് വി ജോയിയുടെ കൂടി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് എന്ന് മനസ്സിലാകും. ലെൻസ് ഫുൾ വൈഡിലേക്ക് പോകുമ്പോൾ ഇത് അടൂർ പ്രകാശിൻ്റെയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് എന്ന് മനസ്സിലാകും. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാമെന്നാണല്ലോ. ഇത് വാമനപുരം നിയോജക മണ്ഡലത്തിലെ ആറ്റിങ്ങൽ പാർലമെൻറ്റിലെ കല്ലറ പഞ്ചായത്തിലെ മുതുവിള എന്ന് പറയുന്ന സ്ഥലമാണ്. 4 ആൾ കാണുന്ന സ്ഥലത്ത് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വേണം. പാർട്ടിക്കാർ കെട്ടിടം തപ്പി ഇറങ്ങി. അങ്ങനെ അവസാനം എത്തിയതാണ് ഇവിടെ. ആദ്യം വന്നയാളിന് BJPയുടെ കൊടുത്തു, രണ്ടാമത് വന്നയാളിന് CPMൻ്റെ കൊടുത്തു, മൂന്നാമതാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് ഞങ്ങൾക്ക് കോൺഗ്രസിൻ്റെ ഓഫീസ്. ഇതെല്ലാം പിന്നെ കെട്ടുമ്പോഴും ഒക്കെ ഞങ്ങൾ ഈ 3 പാർട്ടിയുടെ പ്രവർത്തകരെ ഒരുമിച്ചുണ്ട്. അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കെട്ടുന്നത്. ഈ നാടിൻ്റെ ഒരു പൈതൃകമാണിത്. ഒന്നാമത്തെ മുറി CPM മോഹിച്ചതാണ്. അത് പക്ഷെ നടന്നില്ല. നടുക്കിരുന്നാൽ നോട്ടം ഇത്തിരി കൂടുമെന്ന ചിന്ത അങ്ങനെയാണ് വന്നത്. കഴിഞ്ഞ വർഷവും നമ്മൾ ഈ കെട്ടിടത്തിൽ തന്നെ നമ്മളെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് ആയിരുന്നത്. കഴിഞ്ഞതിന് ഇതിൻ്റെ അടിയേറ്റ താഴെ ആയിരുന്നു നമ്മൾ ആഫീസ്. ഇപ്പം പിന്നെ അതൊരു BJPയുടെ നേതാവാണ് അത് കട വാടകയ്ക്ക് എടുത്തിരുന്നത്. അപ്പോൾ അത് അവർ അങ്ങ് സ്വന്തമാക്കിയതുകൊണ്ട് നമ്മൾ മുകളിൽ ആഫീസാക്കി. ഇവിടെ അങ്ങനെ വലിയ തർക്കവും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും സൗഹാർദ്ദമായി പോകുന്നൊരു അന്തരീക്ഷമാണ്. ഒരു മുഴം മുമ്പേ അറിഞ്ഞു BJP എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് താഴത്തെ മുറി തന്നെ അവർക്ക് കിട്ടിയത്. ഈ ബിൽഡിങ്ങിന് ഓണർ തന്നെ ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു 3 റൂമുകളായിട്ട് തരാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി അനുസരിച്ചാണ് ഇങ്ങനൊരു രൂപ ഇവിടെ കൊണ്ടുള്ള സാധ്യത. ആദ്യം ഒരു 1.5 മാസത്തിന് മുന്നേ ഈ റൂമിൻ്റെ താക്കോൽ ഞാൻ വാങ്ങിച്ച് വെച്ചതുകൊണ്ട് BJPക്ക് താഴെ നിലയിലേക്ക് ഒരു റൂം കിട്ടി. അതിനുശേഷം ബാക്കിയുള്ള റൂമുകളെല്ലാവരും നമ്മൾ സാഹചര്യത്തോടുകൂടി തന്നെ ഇപ്പം പ്രവർത്തിച്ചു വരുന്നു. ഒന്നാമത്തെ ഓഫീസുള്ളവർ ഒന്നാമതാകുമെന്നാണ് BJPയും കോൺഗ്രസും പറയുന്നത്. പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട്. BJP 1 എന്നെണ്ണുന്നത് BJPയുടെ ഓഫീസാണ്, 2 വി ജോയി, 3 അടൂർ പ്രകാശ് എന്നാണ്. കോൺഗ്രസ്സുകാരാണെങ്കിൽ നേരെ തിരിച്ചാണ്. 1 എന്നെണ്ണുന്നത് അടൂർ പ്രകാശാണ്, 2 എന്നെണ്ണുന്നത് വി ജോയും, 3 എണ്ണുന്നത് വി മുരളീധരനും. ഇവർക്ക് രണ്ടിലും നടുക്ക് നിന്ന് സേഫായി നൈസായി വിജയിച്ച് കയറാമെന്നതാണ് LDFൻ്റെ പ്രതീക്ഷ.